ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എന്നുള്ളത് നമ്മുടെ പേൾ ഖത്തറിലാണ്. പേൾ ഖത്തറിൽ കനാത്ത് കാർട്ടിയർ എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മോണോപ്രിക്സിക്ക് വേണ്ടി ഒരു ആവശ്യം ഉണ്ടാകുന്നു. അപ്പോൾ അതിനങ്ങോട്ട് വന്നാണ്. അപ്പോൾ എന്താ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഈ കനാത്ത് കാർട്ടിയർ, ഓ മൈ ഗോഡ്, കനാത്ത് കാർട്ടിയർ അല്ല, സോറി സ്ഥലം മാറിപ്പോയി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എന്നുള്ളത് നമ്മുടെ മദീനത്ത് സെൻട്രൽ എന്ന് പറയുന്ന പേൾ ഖത്തറിലെ ഒരു പ്രധാന ഭാഗമായ മദീനത്ത് സെൻട്രൽ എന്ന ഭാഗത്താണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ മോണോപ്രിക്സിക്ക് വേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ നമ്മുടെ സെൻട്രലിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊന്നും ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്നും ഇവിടെ സ്റ്റാർട്ടാക്കാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം മദീനത്ത് സെൻട്രൽ. അപ്പോൾ ഞാൻ അപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തായാലും എനിക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാണ്ട്, അതായത് ATM പൈസ എടുത്തിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണ അടിക്കാൻ പോകണം. നമ്മുടെ വണ്ടിയിൽ എണ്ണ കുറവാണ്, എണ്ണ അടിക്കണം. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊന്ന് ഈ ഭാഗങ്ങളൊന്ന് കാണിച്ചു തരാം. വണ്ടിയൊക്കെ നിർത്തിയിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അത് നല്ലൊരു പാർക്കിംഗ് കിട്ടുമോ നോക്കാം. പാർക്കിംഗ് കിട്ടിയതിന് ശേഷം നമുക്ക് പാർക്ക് ചെയ്തിട്ട് നോക്കാം. നേരത്തെ ഒരു പാർക്കിംഗ് ഉണ്ടാകുന്നു, അവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പാർക്കിംഗ് കിടക്കണം. അപ്പോൾ നമുക്കവിടെ എന്തായാലും വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മോണോപ്രിക്സിക്ക് പോകണം. ഇനി നമ്മൾ ATM പോയിട്ട് പൈസ സേവ് ചെയ്തതിന് ശേഷം, അതായത് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം കാണാം. ബാങ്കിലേക്ക് പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി നമ്മുടെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കനാത്ത് കാർട്ടിയറൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കാണിച്ചു തരാം. ഞാൻ വണ്ടി കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു, പക്ഷേ വണ്ടി കൂടെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഫീൽ കിട്ടൂല. അതുകൊണ്ട് നടന്നിട്ട് തന്നെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നാലും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കനാത്ത് കാർട്ടിയർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള ലക്ഷറി വണ്ടികളും കാണാൻ പറ്റും. അതായത് ഒരുപാട് റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ കേട്ടോ. ഇതൊക്കെ പക്ഷേ നൈറ്റാട്ടോ കാണുന്നുണ്ട്. നൈറ്റാണ് ഇവിടെ മെയിൻ പരിപാടികൾ. പകൽ കുറവാണ്, അതായത് പകൽ പരിപാടികൾ കുറവായിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ഹോട്ടൽ, റിസോർട്ടല്ല ഹോട്ടലുകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ സ്ട്രീറ്റ് കൂടെ നടക്കാൻ വേറൊരു വൈബാണ്. അതായത് ഇപ്പോഴത്തെ നോക്കണ്ട, ഇപ്പോൾ ഒരു കാം ആൻഡ് ക്വയറ്റാണ്. പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ ഫുള്ള് പാട്ടും. ഈ ഹോട്ടലിൽ ഈ കാണുന്ന ഭാഗം കണ്ടോ, അവിടെ രണ്ടാൾക്കാർ ഇരുന്ന് ഗിറ്റാറും വയലിനൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പാടും. അതാ പോണു ഫ്ലൈറ്റ്. ഇവിടെ ഉണ്ടോ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ള കാണാനുള്ളത്. നടക്കാനാണ് അടിപൊളി ഇവിടെ ഉണ്ടോ. ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതേപോലെ ഹോട്ടലും കാര്യങ്ങളും മാത്രമല്ല, നമ്മുടെ റെസിഡൻസുകളും ഉണ്ട്. അതായത് ഈ കാണുന്ന മോൾ ഭാഗങ്ങളൊക്കെ താമസിക്കാൻ പറ്റിയ ഏരിയകളാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് ഉണ്ടോ, വളർത്തു പൂച്ച ഉണ്ട്. കഴുത്തിൽ കിലുക്കൊക്കെ ഉണ്ട്. ഇതണ്ട, വായന്ന് വെള്ളം ചാടുന്നു. ഇവിടെ രാത്രി എന്താ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരുപാട് ഫാമിലിയും കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് ഇവിടെ രാത്രി പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈബടിച്ചിരിക്കുക. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഫാനൊക്കെ ഇത്രയും ഓപ്പൺ ഏരിയയിൽ പോലും നല്ല വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഫാൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇവിടെ നൈറ്റും മ്യൂസിക്കും വാട്ടർ ഷോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ വന്ന് നമുക്ക് ഇരുന്നിട്ടൊക്കെ ആസ്വദിക്കാം. ഇപ്പോൾ കാറ്റ് കാരണം കൊണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്നുള്ള അറിയില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നടക്കാൻ പറ്റില്ല. ഇതുണ്ടോ. പിന്നെ അതേപോലെ ഇതിന് ഒരുപാട് കവാടങ്ങളുണ്ട്. ഇത് കണ്ടോ, പ്ലാസ അന്തലൂസിയ. അതേപോലെ തന്നെ ഒരുപാട് കവാടങ്ങളുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് പറഞ്ഞില്ലേ, ഈ കാണുന്ന അപ്പുറത്തുണ്ട്, അപ്പുറത്തൊരു കവാടം, അതായത് എൻട്രൻസ് ആണ് അതിൻ്റെ. ടെക്സാസ് ചിക്കൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടോ. അതുകൂടെ ഇങ്ങനെ നടന്നു പോകാൻ വേറൊരു വൈബാണ്, അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ കേട്ടാൽ എൻ്റെ പെണ്ണുങ്ങൾ എന്തായാലും പറയും എൻ്റെ അപ്പോഴാണ് കൊണ്ടുപോകണം എന്നുള്ളത് ചോദിക്കും. ബോസ് കഫേ. പിന്നെ ഇവിടെ ഫുള്ള് കറക്റ്റായിട്ട് മെയിൻറ്റെയിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിയാൽ. അതായത് ഇവിടെ ആലോചിക്കണം, ഇവിടെ 2 ദിവസമായിട്ട് നല്ല പൊടിക്കാറ്റ് വീശുന്ന സമയമാണ്. നല്ല പൊടിക്കാറ്റ് വീശുന്ന സമയമാണ്. എന്നിട്ട് പോലും ഇവൻ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുണ്ടോ. റോഡുകളൊക്കെ ഉണ്ടല്ലേ, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് ശരിക്കും അതൊക്കെ ഹോട്ടലിലെ സിറ്റിങ്സും കാര്യങ്ങളാണ്. ഇവതുണ്ടോ, ഇതൊക്കെയാണ് വ്യൂ. ഇവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇതാണ് പേൾ ഹോസ്പിറ്റൽ. ഇതാണ് പേൾ ഖത്തറാണ്. ഇത് പേൾ ഖത്തറിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഏരിയ ഉള്ളത്. പേൾ ഖത്തറിൻ്റെ ഹൃദയഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് ഇതിന്. ഇതാണ് ഫുള്ള് ഇതൊക്കെ റെസ്റ്റോറൻറ്റ് ഇരുന്ന്, അതായത് നമ്മുടെ പുറംഭാഗം ഇരുന്നിട്ട് ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫുള്ളുണ്ട്. ഓപ്പൺ ഡൈനിങ് ആണ് എല്ലായിടത്തും ഉള്ളത്. നിങ്ങൾ മിക്ക റെസ്റ്റോറൻറ്റ്, ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കണ്ടാലും കഫേകൾ കണ്ടാലും ഒക്കെ അതേപോലെ ഔട്ട്ഡോറാണ് അതിൻ്റെ ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വേൾഡ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ അതെന്താ അതിൻ്റെ ഒരു ലുക്കുണ്ടല്ലേ. എന്തായാലും നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഇത് ഈ സെൻട്രലിൻ്റെ, അതായത് മദീനത്തെ സെൻട്രലിൻ്റെ മെയിൻ ഫൗണ്ടൈനാണിത്. അതായത് കണ്ടോ ഒറ്റ നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കല്ലിൽ. കണ്ടോ ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിയാണ് ഇവിടെ. അതായത് ഫുൾ സെറ്റാണ്, എക്സ്പെൻസീവാണ്, നമ്മളെ കൊണ്ടൊന്നും താങ്ങൂല. പക്ഷെ ഇതേപോലെ നമുക്ക് വന്ന് കറങ്ങി അടിക്കാം ഉണ്ടോ, അങ്ങനത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മദീനത്ത് സെൻട്രൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വണ്ടി നമ്മുടെ മോണോപ്രിക്സിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഈ ബാക്ക് സൈഡിലുണ്ടോ ഇത് ഇവിടെ അത് ഈ കാണുന്നത് ഒരു കവാടാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്നത് ഒരു കവാടാണ് ഇവിടെ ഈ കാണുന്നത്. അങ്ങനെ ഇതിന് ഒരു എൻട്രി മാത്രമല്ല, ഒരുപാട് എൻട്രികളുണ്ട്. അതായത് ഉള്ളിലേക്ക് കയറാനും ഇതൊരു റൗണ്ടാണ്, ഒരു ഒറ്റ റൗണ്ട് പോലെയാണ്. ഇവിടെ അതിൻ്റെ ഒരു മാപ്പ് ഉണ്ടാകും, ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഇതിൻ്റെ ഒരു മാപ്പ് കാണിച്ചുതരാം. ഓപ്പൺ റെസ്റ്റോറൻറ്റിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ സെറ്റപ്പ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കൊൽക്കത്തൻ്റെ ഫുള്ള് മാപ്പാണ് ഈ കാണുന്നത്. കൊൽക്കത്തൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ കാണണ്ടാവുമല്ലോ. അതായത് ഇതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മദീനത്ത് സെൻട്രൽ എന്ന് പറയുന്ന ഈ അതിൻ്റെ മാപ്പാണ് ഈ കാണുന്നത്. കണ്ടോ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ. ഇത് അറബിയിലാണ്, ഇംഗ്ലീഷിൽ എഴുതിക്കണം നോക്കട്ടെ. ഓക്കെ, ഇൻഫർമേഷൻ മാപ്പ്. അതായത് ഇത് പേൾ ഖത്തറാണ്. ഈ പേൾ ഖത്തറിൻ്റെ മാപ്പാണ് ഈ മൊത്തം കാണുന്നത്. പേൾ ഖത്തറിൻ്റെ ഒരു ഏരിയയാണ് ഈ ഇത് മൊത്തം കാണുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടോ. അതായത് ഓരോ ഡോട്ടുകൾ എന്തിനെ സൂചിപ്പിക്കണമെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കളറും കാര്യങ്ങളൊക്കെ. ഫ്ലൈറ്റ് പോകണം കൊണ്ട് സൗണ്ട് അതിൽ കുടുങ്ങിപ്പോണ്ട്. ഇതാണ്ടോ ഇതിൽ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഏതൊക്കെ റെസ്റ്റോറൻ്റാണോ അത് ഓരോ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഏരിയസ് ഉണ്ട് കണ്ടോ. അതായത് ഈ മാപ്പിൽ പച്ച കാണുന്നത് നമ്മുടെ പെറേർ റൂം. അതേപോലെ തന്നെ ഓരോ കളറിനും ഓരോ ഇതിനും എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൊൽക്കത്തറിൻ്റെ മാപ്പ്. ഈ കണക്കിന് ഞാൻ രാവിലെ വന്നാൽ നന്നായി. രാവിലെ ആകുമ്പോൾ ആൾക്കാരും ഇല്ല, ഒന്നുമില്ല, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് വണ്ടി വെച്ചിടത്തേക്ക് പോകാം. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എണ്ണ അടിക്കണം. എണ്ണ അടിച്ചിട്ട് വേണം മേടത്തിന് ഇറക്കി അവിടെ വരാൻ. അപ്പോൾ ഇനി എൻ്റെ ഇടയിൽ വിളി വന്നാൽ എണ്ണ അടിക്കൽ കഴിയൂല. അപ്പോൾ അത്ര തന്നെ. എന്തായാലും നമുക്ക് വണ്ടി വെച്ചിടത്തേക്ക് പോവാം. ഇവിടെ നിന്നതിനെ നാട്ടിൽ പോകാനുള്ളൊരു ഫീല് വരും കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ വെറും ഫ്ലൈറ്റുകൾ മറ്റേ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് കയറി ഇറങ്ങണ പോലെ അങ്ങോട്ട് പോവാം അങ്ങോട്ട് വരിക വെറും ഫ്ലൈറ്റ്. എനിക്കൊണ്ട് പേൾ ഖത്തറിൽ ഇരുന്നാലാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് ഇറങ്ങണതും പോണതും
അതായത് ഇറങ്ങണമല്ല, ഫ്ലൈറ്റുകൾ പോണത് കാണാൻ കഴിയുക. കാരണം എന്താ പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എയർപോർട്ട്. നമ്മുടെ കൊൽക്കത്തയിൽ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ, അതായത് എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഐലൻഡും ഇതാണ്. പിന്നെ അതേപോലെ ബനാന ഐലൻഡാണ് ഫസ്റ്റ് കാണുക. എന്തായാലും ഒരു വെറൈറ്റി ആണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ ഇന്നലെ തൊട്ടിട്ട്. ഏകദേശം 13-14 ഡിഗ്രി ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഏകദേശം സമയം നമുക്ക് 9:45 എന്നിട്ട് ഈ ടൈമിലും നല്ല തണുപ്പാണ് ഇവിടെ. 2-3 ദിവസമായിട്ട് എന്തൊരു കാറ്റാണ് എൻ്റെ അമ്മോ. കാറ്റും തണുപ്പും കൊണ്ട് ഇരിക്കാൻ വയ്യ. ക്യാബിനായതുകൊണ്ടും ഭയങ്കര തണുപ്പാണ്. ഈ സ്ട്രീറ്റ് കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ സ്ട്രീറ്റ് തോന്നും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലണ്ടൻ ബേസ് ചെയ്തിട്ടുള്ള ഏരിയകളിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഏരിയകളൊക്കെ കൂടുതൽ കാണാൻ കഴിയും. അതുപോലത്തെ ഒരു ഏരിയയാണിത്. ഇൻ്റർലോക്ക് പതിച്ച റോഡും അതല്ല ഇവിടുത്തെ മെയിൻ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെ നീറ്റ്നെസ്. അതിൻ്റെ അമ്മോ, ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമായിട്ട് ഇവിടെ ഖത്തറിലുള്ളവർക്ക് അറിയാം എന്തോരം പൊടിക്കാറ്റാണ് ഇവിടെ അടിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ലക്ഷണം ഇവിടെ കാണാനില്ല എന്നുള്ളതാണ്. കണ്ടോ, അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി വെച്ചോടത്ത് എത്തിയിട്ടുണ്ട്. ഇത് മോണോപ്രിക്സിൻ്റെ എൻട്രൻസ് ആണ്. ഇതാക്കണം നമ്മുടെ വണ്ടി. ബ്ലാക്ക് മെർസിഡീസ് ബെൻസ് S-Class 450. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിലെത്തി. ഇനി ഒന്നുമില്ല, പെട്രോൾ അടിക്കുക, നേരെ മേഡത്തിന് ഇറക്കിയോടെ പോവുക, മേഡത്തിന് എടുക്കാൻ പോവുക. പക്ഷെ എന്താണ് അടിപൊളി ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ്. ഇപ്പോഴാണ് ശരിക്കും ഒരു ഇതായത്. നിങ്ങൾക്ക് ഇന്നെ കണ്ടാൽ തന്നെ രാവിലെ 9:45 പോലും ഞാൻ സ്വെറ്റർ ഇട്ടിട്ടാണ് നടക്കുന്നത്, ജാക്കറ്റ് ഇട്ടാണ് നടക്കുന്നത്. കാരണം എന്താ പറയുക, തണുപ്പ് കാരണം കൊണ്ട് തന്നെയാണ്, വേറൊന്നുമല്ല. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് സൂര്യൻ ശരിക്കും ഉദിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും തണുപ്പ് ഇപ്പോഴും ഉണ്ട്. പിന്നെ എന്തായാലും ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് സെൻട്രാലൊന്ന് കറക്റ്റായിട്ടൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ പല വ്ളോഗിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഷോട്ട് പോലെ എടുത്തിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ടൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. അത് കാണിച്ചു എന്ന് വിചാരിക്കണം. പക്ഷേ സത്യം പറയാൻ അടിപൊളി പ്ലേസാണ്. രാവിലെ ഈ തണുപ്പ് കാലങ്ങളൊക്കെ വന്നിട്ട് ഓരോ കോഫിയൊക്കെ അടിച്ചിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതേപോലെ നമ്മൾ ഒന്നല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് മെയിനായിട്ട് നിൽക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ കപ്പിൾസ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒന്ന് റൗണ്ട് അടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ സെൻട്രൽ. ഇപ്പോൾ കണ്ട വൈബേ അല്ല രാത്രി ആയി കഴിഞ്ഞാൽ ഫുള്ള് തിക്കും തിരക്കാണ് അവിടെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി വന്ന് നോക്കണം. പിന്നെ വീക്കെൻഡിൽ പറയും വേണ്ട, വണ്ടികൾക്ക് പോലും കറക്റ്റായിട്ട് പോകാൻ പറ്റില്ല, അത്ര ആൾക്കാരായിരിക്കും ഇവിടെ വീക്കെൻഡ്സിൽ കേട്ടോ. ഓൺലി വ്യാഴാഴ്ച വെള്ളിയാഴ്ചകളിൽ. പക്ഷേങ്കിൽ രാവിലെ വേറൊരു ഫീലാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ രാവിലെയാണ് എനിക്ക് ഒന്നുകൂടി ഫ്രീ ആയിട്ട് വ്ളോഗ് എടുക്കാൻ കഴിയും. കാരണം ഒരാളും ഇല്ല, ഓപ്പൺ ഏരിയ ക്ലീൻ ആക്കി വെച്ചിക്കണു. അതേപോലെ തന്നെ ഫുള്ള് കറക്റ്റായിട്ട് നമുക്ക് പറയാനും കഴിയും. അങ്ങനെ എന്തായാലും സംഭവം അടിപൊളിയായി. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എണ്ണ അടിക്കാൻ, എന്നിട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്യാം, പരിപാടി ഇവിടെ തീർക്കുക. എന്തായാലും ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ കഴിവിൻ്റെ പരമാവധി നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. എന്നാലും നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോസുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.